നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര സ്പെഷ്യൽ സബ് ജയിൽ ക്ഷേമദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനവും അന്തേവാസികൾക്കുള്ള സമ്മാനദാനവും ഇന്ന് രാവിലെ കൊട്ടാരക്കര സബ് ജയിലിൽ വെച്ച് നഗരസഭാ ചെയർമാൻ SR രമേശ് ഉദ്ഘാടനം നിർവഹിച്ചു. കൊട്ടാരക്കര സബ് ജയിൽ സൂപ്രണ്ട് PR മുരളീധരൻ പിള്ള അധ്യക്ഷ സ്ഥാനം വഹിക്കുകയും DYSP JD വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു. തുടർന്ന് അന്തേവാസികൾക്കുള്ള സമ്മാനദാന ചടങ്ങ് നടത്തി. സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുവാദിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ, ചൂടുമയ്ക്കുമീ പദങ്ങൾ നൃത്തലോകമാകണേ, കുഞ്ഞുവീടിനുൾക്കളങ്ങൾ സ്വർഗമാകണേ, അമ്മ നൽകുമ്മ പോലും അമൃതമാകണേ. ഈ യോഗം ഉദ്ഘാടനം ചെയ്തത് ആരാധ്യനായ കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാൻ ശ്രീ SR രമേശ് സാർ അവരാണ്. നമ്മുടെ സ്ഥാപനത്തിന്റെ ഏതൊരു കാര്യം ചെന്ന് പറഞ്ഞാലും ഏറെ സ്നേഹത്തോടെ അത് പരിഗണിക്കുകയും എത്ര തിരക്കിനിടയിലും ഈ സ്ഥാപനത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന നമ്മളെ ചേർത്ത് നിർത്തുന്ന ഏറെ സ്നേഹനിധിയായ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ സഖാവ് SR രമേശ് സാർ അവരുടെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്ത കാലത്തായി തുടങ്ങിയ ഒരു പരിപാടിയാണ്. പണ്ട് ജയിൽ എന്ന് കേട്ടാൽ ഒരു വല്ലാത്ത മാനസികാവസ്ഥയുണ്ടായിരുന്നു. അത് പേടിയുടേതാകാം, അങ്ങനെ പല മാനസികാവസ്ഥയും നമ്മുടെ ഉള്ളിൽ കടന്നുകൊണ്ടുമായി. അപ്പം ഞാൻ ഇവിടെ ഇപ്പോഴും ആലോചിച്ചത്, ഞാൻ 2 പ്രാവശ്യമായിട്ട് 14 ദിവസം ഇന്ത്യയിൽ കിടന്ന ആളാണ്. എനിക്ക് തോന്നി വിജയകുമാർ സാറെ എന്നെ അകത്ത് ആദ്യം തോന്നുന്നില്ല. അങ്ങനെ നമ്മളിപ്പോൾ DYSP വിജയകുമാർ സാറിൻ്റെ SIO CA-ക്കായിരുന്നു. 2 പ്രാവശ്യമായിട്ട് ജയിലിൽ രാഷ്ട്രീയ കേസ് വിഭാഗമായിട്ട് കിടന്ന ആളാണ്. ഈ ജയിൽ ക്ഷേമദിനാഘോഷം നടത്തുമ്പോൾ ഞാൻ എല്ലാവരും ഒന്ന് കണ്ണോടിച്ചു. ഈ 200ഓളം സഹോദരന്മാർ ഇവിടെ അന്തേവാസികളായിട്ടുണ്ട്. ഇവിടെ സൂപ്രണ്ട് പറഞ്ഞതുപോലെ സ്ഥിരമായി ഇവിടെ നിൽക്കാമെന്നവരല്ല. ഞാനൊന്ന് നോക്കിയപ്പോൾ അതിനകത്ത് 95% പേര് ചെറുപ്പക്കാരാണ്. 18 വയസ്സിന് മുകളിൽ 50 വയസ്സിനകത്ത് പ്രായമുള്ളവരാണ് മഹാഭൂരിപക്ഷം പേര്. വളരെ ഗൗരവമായി നാം ചിന്തിക്കുന്ന വിഷയമാണ്. പുറത്ത് ചെറുപ്പക്കാരുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് കൊട്ടാരക്കര പട്ടണമൊക്കെ എടുത്ത ചെറുപ്പക്കാർ എണ്ണം കുറവാണ്. കുറേ പേര് പഠന കാര്യങ്ങളിലോ ഔദ്യോഗിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ പോവുകയൊക്കെ ചെയ്തു. മറ്റുള്ള അവിടെ സ്വകാര്യമായ ജോലിയിലൊക്കെ മുഴുകി ഇങ്ങനെ കഴിയുന്നതാണ്. നല്ലൊരു ശതമാനം ആളുകൾ ജയിലിനകത്തുണ്ട് എന്നുള്ളത് ഏറ്റവും സവിശേഷമായൊരു സാഹചര്യമാണ് ഇപ്പോൾ. അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് നടക്കാൻ ഞാനാളല്ല, എനിക്കറിയാനില്ല. വിജയകുമാർ സർക്കാരത്തിലൊക്കെ ഏറ്റവും പകർപ്പനായി പറയാൻ കഴിയുന്ന ആളാണ്. വേണമെങ്കിൽ 1 മണിക്കൂറോടെ എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ കഴിയും. ആരും ഈ ജന്മന കുറ്റവാളികളായി മാറുന്നില്ല. ജനിക്കുമ്പോഴേ ഏതെങ്കിലും ഒരാൾ ഈ കുറ്റവാളിയാണെന്ന് ഞാൻ വിധിക്കപ്പെടുകയില്ല. ജയിൽ ക്ഷേമ ദിനം എന്ന സങ്കല്പം വളരെ അടുത്ത കാലത്ത് നിലവിൽ വന്ന ഒരു ചിന്താഗതിയുടെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ടതാണ്. ജയിലുകൾ എന്നാൽ നിയമവിരുദ്ധ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരെ വേർതിരിച്ച് നിർത്തി അന്ധകാരത്തിൽ അടയ്ക്കുക എന്ന ഒരു സങ്കല്പത്തിൽ നിന്ന് വ്യതിചലിച്ച് എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ഒരു കുറ്റകൃത്യത്തിലേക്ക് അകപ്പെടുന്നത് എന്ന
പഠന വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് തിരുത്തപ്പെടേണ്ടതാണെന്നും ആ തിരുത്തപ്പെടുന്ന വ്യക്തികൾ പൂർവാധികം നന്മയോടെ സമൂഹത്തിൽ വന്നാൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കൂടുതൽ ഊർജ്ജസ്വലമായ ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടുമെന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന അന്തേവാസികളെ തടവുകാരെന്നതിലുപരി മനുഷ്യരായിട്ട് കണ്ട് അവരെ നേർവഴിയിലേക്ക് നയിക്കുന്നതിനുള്ള വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ ജയിൽ ദിനം എന്ന സങ്കല്പം. ഇതൊരാസ്വാദനമല്ല, അത് പറയാനാണ് ഞാൻ ആദ്യമേ ഇതിനെക്കുറിച്ച് ആമുഖമായി പറഞ്ഞത്. ഇതൊരാസ്വാദനമല്ല, മറിച്ച് ഇതൊരു തിരിച്ചറിവിൻ്റെ ഭാഗമാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. സമയബന്ധിതമായി തിരിച്ചു പോകാനുള്ള വ്യക്തികളാണ് വിലപ്പെട്ട സമയം കളഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു വിലപ്പെട്ട സമയം കളയലല്ല, മറിച്ചതൊരു ഇവരുടെ എല്ലാവരുടെയും സമൂഹത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും ഒരു കരുത്താണ് ഈ ജയിൽ അന്തേവാസികളോടുള്ള ആരോഗ്യപരമായ സമീപനം. ഈ യോഗത്തിന് മുഖ്യപ്രഭാഷണം നടത്തുവാനായി നിലവിൽ വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട കൊട്ടാരക്കര അഡ്മിനിസ്ട്രേറ്റീവ് DSP ശ്രീ GD വിജയകുമാർ സാർ അവരുകളാണ്. സാറിന്റെ ഓഫീസിൽ നമ്മുടെ ഈ ആവശ്യത്തിന് പോയപ്പോഴും അല്ലാതെയും ഈ സ്ഥാപനത്തിന്റെ സൂപ്രണ്ട് സാറുമായിട്ടുള്ള ബന്ധവും ഈ നാട്ടുകാരൻ എന്ന രീതിയിലും ഒക്കെ ഏറെ പരിഗണിക്കുന്ന, ഏറെ സഹായിക്കുന്ന ഒരു മാന്യ വ്യക്തിത്വമാണ്. സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് ആന്തരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എനിക്കും ഏതെങ്കിലും ഒരു ക്ഷണികമായ ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു പെട്ടെന്നുണ്ടാവുന്ന ഒരു മാനസിക സമ്മർദ്ദത്തിൽ നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട സാഹചര്യം വരും. നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള ജീവിതം, ഈ ബുദ്ധിമുട്ടുകൾ, ഈ സ്വാതന്ത്ര്യമില്ലായ്മ നിങ്ങളതൊരു പാഠമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾ ഇവിടെ നിൽക്കേണ്ടതായിട്ട് വരും. എന്തെങ്കിലും ഒരു മാനസിക സമ്മർദ്ദമോ ഒരു മാനസികമായ പിരിമുറുക്കമോ വന്ന് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഞാൻ അവിടെ ഇരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നേരത്തെ ഒരു ചെറിയ ഒരു നൂൽപ്പാലമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഇന്നലെ വരെ വളരെ വലിയ ബിസിനസ്സുകാരനായിട്ടിരിക്കുന്നവൻ ഇന്ന് മാനസിക രോഗിയായിട്ട് മാറാം. അപ്പം നമ്മൾ ഒന്നിലും അഹങ്കരിക്കരുത് എന്നുള്ളതാണ്. ഈഗോയും അഹങ്കാരവും ഒന്നിനും നമ്മൾക്ക് നമുക്ക് എന്താ കാര്യം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ക്ഷമ ആനയോളം ബലമാണെന്ന് പറയും. നമുക്ക് ക്ഷമിക്കുവാനുള്ള കഴിവ് ഇവിടെ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് അതാണ്. ഒരാൾ നമ്മളെ ചീത്ത വിളിച്ചാൽ അല്ലെങ്കിൽ ഒരാൾ നമ്മുടെ നേരെ വഴക്കിന് വന്നാൽ തിരിച്ചടിക്കുന്നതിനോ തിരിച്ച് ചീത്ത വിളിക്കുന്നതിനോ യാതൊരു മാനസികമായിട്ടുള്ള കഴിവും വേണ്ട. പക്ഷേ അയാളുടെ ചീത്ത വിളി കേട്ടാലും അയാൾ നമ്മളെ ചീത്ത വിളിച്ചതുകൊണ്ട് നമുക്കൊന്നും വരാനില്ല. സമൂഹം നമ്മളെ മോശക്കാരനായിട്ട് പറയത്തില്ല. ആ ചീത്ത വിളിക്കുന്നത് കേട്ട് നമ്മൾ പോയിപ്പോൾ എന്നെ ഒരാൾ ചീത്ത വിളിച്ചാൽ ഞാനത് കേട്ട് മിണ്ടായോ, എനിക്കൊരു നാണക്കേടുമില്ല. അയാൾക്ക് വേണമെങ്കിൽ അവന് 2 അടി കൊടുക്കാതെ പോയല്ലോ എന്നേ ആൾക്കാർ പറയും. അല്ലെങ്കിൽ മാതാപിതാക്കൾ നമ്മളോട് ദേഷ്യപ്പെട്ട് അവരോട് തിരിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് യാതൊരു രീതിയിലുള്ള മോശവുമില്ല. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ കാലയളവ് ചെറുതോ വലുതോ ആയിക്കോട്ടെ, നിങ്ങൾ സ്വതന്ത്രമായി ചിന്തിക്കുക. എന്തിനു വേണ്ടി നിങ്ങൾ ഇതിനകത്ത് വന്നു? ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടോ? നിങ്ങൾ ഇതിനകത്ത് വന്നതുകൊണ്ട് നിങ്ങളെ വിശ്വസിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളിൽ വിശ്വാസമർപ്പിക്കുന്ന ഒരു കുടുംബം, നിങ്ങളുടെ സുഹൃത്തുക്കൾ, ഇവരൊക്കെ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ നിങ്ങൾ ആലോചിച്ചു. മരുഭൂമിയിലോ അതേപോലെയുള്ള തീഷ്ണമായ മേഖലകളിലോ അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണ മേഖലകളിലോ ഏർപ്പെട്ട് പണി ചെയ്ത് അവൻ്റെ ചൂടിൻ്റെ ആ അസഹനീയത അവൻ മനസ്സിലാക്കണം. എങ്കിലേ അവന് തണുപ്പിൻ്റെ വില അറിയൂ. അല്ല തണുപ്പ് നല്ലതാണ്, AC കിടക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ഈ പീരീഡ്, നിങ്ങളുടെ ഇവിടുത്തെ ചെറുതോ വലുതോ ആയിക്കോട്ടെ, നിങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ സമൂഹത്തെ പുരോഗതിയിലേക്ക്, അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾ പുരോഗതിയിലേക്ക് നയിക്കണമെന്നല്ല, നമ്മളുടെ കുടുംബത്തിന് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി, ബന്ധുക്കൾക്ക് വേണ്ടി, അതേപോലെ തന്നെ ജീവിക്കുന്ന ആളുകളായി നിങ്ങൾ മാറണം. തെറ്റുണ്ടാവാം. തെറ്റ് ചെയ്യാത്തവർ എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യനല്ല.
മനുഷ്യനെന്ന് വെച്ചാൽ ഒരു സാമൂഹിക ജീവിയാണ്. സാമൂഹിക ജീവി എന്ന് വെച്ചാൽ മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ തെറ്റിയെത്താൻ ഇല്ല എന്ന് പറയുന്നത് ചുമ്മാതാണ്. ഞാനും തെറ്റ് ചെയ്തതാണ്, നമ്മുടെ ശ്രീ എസ് ആർ രമേശ്, ഞങ്ങളെല്ലാവരും തെറ്റ് ചെയ്തതാണ്, തെറ്റ് ചെയ്യാത്ത ആരുമില്ല. പക്ഷെ ആ തെറ്റ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും വീണ്ടും, അതാണ് ഞാൻ പറഞ്ഞത് ഇൻബോൺ ക്രിമിനൽസ് എന്ന് പറയുന്നത്. ആ വിഭാഗത്തെ തെറ്റ് ചെയ്തിട്ട് എത്ര തെറ്റ് ചെയ്താലും വീണ്ടും തെറ്റിലേക്ക് തന്നെ കൂപ്പുകുത്തുന്നതാണ് ഇൻബോൺ ക്രിമിനൽസ് എന്ന് പറയുന്നത്. ഞാൻ മരിച്ചാലോ നിങ്ങൾ മരിച്ചാലോ സമൂഹത്തിന് ഒരു നഷ്ടവുമില്ല. 2 ദിവസം കഴിയുമ്പോൾ ഈ സമൂഹം നമ്മളെ മറക്കും. അതിന് എത്ര വലിയ ആളുകളായാലും സമൂഹം മറക്കും. നമ്മൾ ചുമ്മാതെ പറയുന്നതാണ്. ഒരാൾക്ക് പകരം അതിനേക്കാൾ കഴിവുള്ള മറ്റൊരാൾ വരും. നമ്മൾ പറയും സത്യം മാഷിൻ്റെ സിംഹാസനം, ഞാൻ നസീർ സാറിൻ്റെ സിംഹാസനം, അല്ല, അത് അവിടെ പോയാൽ അതിനേക്കാൾ വലിയ ആൾക്കാർ വരും. ഒരു എഴുത്തുകാരൻ പോയാൽ അതിനേക്കാൾ വലിയ എഴുത്തുകാരൻ വരും. അത് പ്രപഞ്ച സത്യമാണ്. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടത് എപ്പോഴും നമ്മൾ കൃത്രിമമായി പേരെടുക്കുവാൻ ശ്രമിക്കാതെ സമൂഹത്തിന് നല്ലത് ചെയ്ത്, അതേപോലെ തന്നെ സമൂഹത്തിന് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുവാൻ നിങ്ങൾ പഠിക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഈ ഒരു കാലഘട്ടം, ഈ ജയിൽ ദിനാഘോഷത്തോടനുബന്ധിച്ചുള്ള ഈ ഒരു കാലഘട്ടം നിങ്ങൾക്ക് തീർച്ചയായും വായിക്കുവാൻ, നിങ്ങൾ വായിക്കുക. നിങ്ങൾക്ക് ഈ പീരീഡ് എത്രയോ മഹാന്മാരുടെ ജീവിതകഥകൾ വായിക്കുക, സമൂഹത്തിന് വേണ്ടിയിട്ട് ഉന്നമനം നടത്തിയ ആളുകളുടെ ജീവിതകഥകൾ വായിക്കുക. അത് നിങ്ങൾക്ക് പ്രചോദനമാവട്ടെ. നിങ്ങൾ ഇറങ്ങിയിട്ട് എല്ലാവരെയും സഹായിക്കേണ്ട. നിങ്ങൾ ചെയ്ത തെറ്റിൻ്റെ പ്രായശ്ചിത്തമെന്നോണം നിങ്ങൾക്ക് സമൂഹത്തിന് നല്ലത് ചെയ്യാൻ കഴിയുന്ന ആളുകളായി നിങ്ങൾ മാറണം. ഞാനതാ പറഞ്ഞത്. ഞാനിപ്പോൾ കൊട്ടാരക്കര DYSP ആണെന്ന് പറയും, എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതം തമ്മിൽ ഞാൻ ഈ പറഞ്ഞ ഒരു ചെറിയ നൂലിൻ്റെ വ്യത്യാസമുണ്ട്. ഞാൻ അപ്പുറത്തോട്ടും നിങ്ങൾ ഇപ്പുറത്തോട്ടും വരാം. അതിലൊന്നും ഞാൻ തെറ്റ് പറയുന്നില്ല. പക്ഷേ നമ്മൾ തെറ്റ് പറയുന്നത് എന്ന് പറയുന്നത്, ഒരു തെറ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് പാഠം പഠിക്കാതെ വീണ്ടും തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്നാൽ തീർച്ചയായും നമ്മുടെ ഈ മനുഷ്യ ജന്മം എന്ന് പറയുന്നത് കൊണ്ട് യാതൊരു രീതിയിലുള്ള ഒരു പ്രയോജനവും ആർക്കുണ്ടാകും. ഞാൻ കൊട്ടാരക്കര സ്പെഷ്യൽ സബ് ജയിൽ സൂപ്രണ്ട് മുരളീധരൻ പിള്ള ഇന്ന് കൊട്ടാരക്കര സ്പെഷ്യൽ സബ് ജയിൽ ദിനാഘോഷം സമാപന സമ്മേളനം നടക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച കാലമായി അന്തേവാസികൾക്കുള്ള വിവിധ കലാ മത്സരങ്ങൾ നടത്തി സമ്മാനാർഹരെ കണ്ടെത്തുകയും അവർക്ക് ഈ ദിവസം വളരെ സ്നേഹത്തോടെയുള്ള സമ്മാനം വിതരണം ചെയ്യുകയുമാണ് ഇന്നത്തെ ലക്ഷ്യം. സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ള പ്രഗത്ഭരെയൊക്കെ പരമാവധി അണിനിരത്തി ജനപ്രതിനിധികളെയും അതുപോലെ മറ്റ് വിഭാഗങ്ങളിലുള്ള എല്ലാ പ്രാതിനിധ്യവും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ജയിൽ ദിനം സംഘടിപ്പിച്ചു വരുന്നത്. മുൻകാലങ്ങളിൽ ജയിലെന്ന് പറഞ്ഞാൽ ഒരു അടിച്ചമർത്തൽ കേന്ദ്രങ്ങളായിരുന്നു. എന്നാൽ ഈ അടിച്ചമർത്തൽ കേന്ദ്രങ്ങൾ കൊണ്ട് സമൂഹത്തിലേക്ക് യാതൊരു വിധമായ ഗുണങ്ങളും സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൻ്റെ ഫലമായി അവർക്ക് നല്ല പരിചരണവും നല്ല ശുശ്രൂഷയും നല്ല സ്നേഹസാന്ത്വനവും നൽകി പുതിയ ഒരു വ്യക്തിത്വത്തിന് രൂപം കൊടുത്ത് സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന ഒരു ലക്ഷ്യമാണ് ഓരോ ജയിൽ ദിനം കൊണ്ടും ജയിൽ വകുപ്പ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇത്തരം പ്രവൃത്തികൾ വളരെ പ്രയോജനപ്രദമായിരുന്നു എന്നും ആയതിനാലാണ് വീണ്ടും ഈ ഒരു സംരംഭം വളരെ കരുതലോടുകൂടി ആവർത്തിക്കപ്പെടുന്നതെന്നും
പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, വിവിധ മാനസിക സംഘർഷത്തിലാണ് ഓരോ അന്തേവാസിയും ജയിലിനുള്ളിൽ കഴിയുന്നത്. വിവിധ സാഹചര്യങ്ങൾ കൊണ്ടും വിവിധ സമ്മർദ്ദങ്ങൾ കൊണ്ടും പ്രതികളായി ജയിലിനുള്ളിൽ വരുന്ന വ്യക്തികൾ അവരുടെ കുടുംബത്തെക്കുറിച്ചും അവരുടെ മുൻകാല ജീവിതത്തെക്കുറിച്ചുമുള്ള ചിന്താഗതിയിൽ വളരെ മാനസിക ഡിപ്രഷന് അടിപ്പെടാറുണ്ട്. ഈ ഒരു ഡിപ്രഷൻ ആ വ്യക്തിയെ മാത്രമല്ല, ആ വ്യക്തി ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് പോലും അനാരോഗ്യപരമായിരിക്കും എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് അവരെ പരമാവധി മാനസിക സംഘർഷം ലഘൂകരിച്ച് നല്ല പൗരന്മാരായി ഞങ്ങൾ സമൂഹത്തിലേക്ക് ഇറക്കിവിടുന്നു. ഇതാണ് ഓരോ ജയിൽ ദിനത്തിലെയും ലക്ഷ്യം. ഓരോ വർഷം കഴിയും തോറും വളരെ നല്ല മേഖലകളിൽ ജീവിച്ചു വരുന്ന, നല്ല ചുറ്റുപാടുകളിലുള്ള ചെറുപ്പക്കാരായ വ്യക്തികൾ പല കുറ്റകൃത്യങ്ങൾ ചെയ്ത് അന്തേവാസികളായി ജയിലിലെത്തപ്പെടാറുണ്ട്. ഇത് ആ വ്യക്തിയുടെ മാത്രം കുറ്റമാണെന്ന് ഞാൻ കരുതുന്നില്ല. സമൂഹത്തിൻ്റെ കൂടി അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ കൂടി കുറ്റം ആണ് ആ വ്യക്തി ജയിലിലേക്ക് എത്തപ്പെടുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒരു വ്യക്തിയെ സൃഷ്ടിച്ചെടുക്കുക എന്നത് ആ വ്യക്തിയിൽ മാത്രമുള്ള രൂപകൽപ്പന കൊണ്ട് മാത്രമല്ല, ആ വ്യക്തി ഉൾക്കൊള്ളുന്ന സമൂഹവും കുടുംബവും ആ വ്യക്തിയെ വളർത്തിയെടുക്കുന്നതിൽ നല്ല പങ്കുവഹിക്കുന്നു. ഈ വരുന്ന പുതുവർഷം നമുക്കൊരു നല്ല തുടക്കമാവണം. ലഹരി മരുന്നുകളുടെയും മയക്കുമരുന്നുകളുടെയും സാമീപ്യം നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും വളരെ കാർന്നു തിന്നുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ ലഹരിക്ക് യാതൊരു സ്ഥാനവുമില്ല. നമ്മുടെ ജീവിതം ഭാസുരമാകാൻ നാം തന്നെ വഴികാട്ടിയായി മാറണം. അതുകൊണ്ട് ഭാവി തലമുറയ്ക്ക് നാം ഒരു മാർഗദർശകമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.